എന്ത് ഭംഗി! ഇത് കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടമായി ചേട്ടാ. എന്റെ കൂട്ടുകാർ ഇതുപോലെ ഇട്ടുകൊണ്ട് വന്നപ്പോഴേ ഒരെണ്ണം എനിക്കും വേണമെന്ന് തോന്നിയതാ. ഇതിനൊരുപാട് കാശായി കാണും, ഇല്ലേ ചേട്ടാ? കാശിന്റെ കാര്യം ഒന്നും നീ അറിയണ്ട മോളെ. കാശ് നിന്റെ ചേട്ടൻ ഉണ്ടാകും. ഇനി നീ നല്ല ഉടുപ്പിട്ട് പണക്കാരന്റെ വീട്ടിലെ കുട്ടിയെ പോലെ സ്കൂളിൽ പോയാൽ മതി. എടോ, പള്ളിമുക്ക് വരെയും പോവാ. സാർ കയറിയാട്ടെ. മോളെ ചേട്ടാ, ഇതാ ഈ ആഴ്ചത്തെ അരി വാങ്ങിക്കും. നിന്റെ ചെയിൻ എവിടെ? അതിന്റെ കൊളുത്ത് ശരിയല്ല. എവിടെ? അതിങ്ങടുത്ത് പെട്ടിയിലിരിപ്പുണ്ട്. ആഹാ, ഇതിന്റെ കൊളുത്തൊന്ന് വളച്ചാ പോരെ മോളെ. ഇതാ ഇനി എന്നിട്ട് നല്ല ഭംഗിയുള്ള ചെയിനാണ്. എന്റെ മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. മതി ചേട്ടാ, ഊണ് കഴിക്കാം. വരും. അമ്മയുടെ കൊടുക്കാം. വേഗം വാ. ഇവിടെ നിർത്തണോ? വരൂ. മോനെ ഒന്ന് എടുത്തേ. എന്റെ മോൻ കരയണ്ടടാ. മോൻ കരയണ്ട കേട്ടോ. കുഞ്ഞിന് ചെയിൻ കാണുന്നില്ലല്ലോ. അവൻ എനിക്കറിയാം. ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലും. അതെല്ലാം കോടതി പറഞ്ഞാൽ മതി. എന്റെ ചേട്ടൻ കണ്ടിട്ടില്ല സാർ. എന്റെ ചേട്ടൻ ഉപദ്രവിക്കരുത് പ്ലീസ് സാർ, പ്ലീസ്. നിന്റെ ചേട്ടനെ ഒന്നും ചെയ്യില്ല. ചേട്ടാ, എന്റെ മോളെ പേടിക്കാതെ. നിന്റെ ചേട്ടൻ ഒന്നും സംഭവിക്കില്ല. അവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റ്. മോള് സമാധാനായിരിക്കും. പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. സർ, നീയല്ലേ ആ ചെയിൻ മോഷണ കേസിലെ പ്രതി? നീയൊക്കെ കോടതിയിൽ വന്ന് തൂങ്ങി എനിക്ക് ജോലി ഉണ്ടാക്കിയിട്ട് വല്ല ആവശ്യമുണ്ടോ? ആ ചെയിൻ എന്റെ ഉടമസ്ഥയിൽ തിരിച്ചു കൊടുത്തിട്ട് പോലീസുമായി കേസ് പറഞ്ഞു തീർത്താൽ പോരായിരുന്നു. എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത കുറ്റം ഏൽക്കണമെന്നല്ലേ? ആ ചെയിൻ ഞാൻ എടുത്തിട്ടില്ല സർ. നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിന്റെ വീട്ടിൽ വന്നപ്പോ നിന്റെ സഹോദരിയുടെ കഴുത്തിൽ ആ ചെയിൻ ഉണ്ടായിരുന്നു. അത് അതിന്റെ ഉടമസ്ഥൻ തിരിച്ചറിയുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്.
പോലീസ് പറയുന്നത് ശരിയാണ്, പക്ഷെ സത്യം മറ്റൊന്നാണ്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പോലീസ് പറയുന്നത് ശരിയാണെങ്കിൽ നീ തന്നെയാണ് ചെയിൻ മോഷ്ടിച്ചത്. അല്ല സർ, അല്ല. അതെന്റെ സഹോദരിക്ക് ഞാൻ പണിയിപ്പിച്ചു കൊടുത്തതാണ്. ഞാനത് വിശ്വസിക്കണം. സത്യം അതാണ് സർ. ശരി, തനിക്ക് വക്കീലുണ്ടല്ലോ, താനത് കോടതിയിൽ പറഞ്ഞാൽ മതി. സർ, തെളിവുകൾ എനിക്കെതിരാണ്. ഒരുപക്ഷെ എന്നെ ശിക്ഷിച്ചെന്ന് വരും. ഒരു പക്ഷേ അല്ല, തന്നെ തീർച്ചയായും ശിക്ഷിക്കും. അതിനുവേണ്ട പോയിന്റ്സ് ഞാൻ കണ്ടെത്തുകയും ചെയ്യും. സാർ, എന്നെ രക്ഷിക്കണം സാർ. സത്യം പറയുകയാണ്, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ദൈവത്തെ ഓർത്ത് സാർ എനിക്കെതിരായി വാദിക്കരുത്. ഞാനൊരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. പോലീസ് ചാർജ് ചെയ്യുന്ന കേസിലെ പ്രതികൾക്കെതിരെ വാദിക്കലാണ് എന്റെ തൊഴിൽ. നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജോലി ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. വേണ്ട സർ, വേണ്ട. ദയവ് ചെയ്ത് സാറ് ഒന്ന് കണ്ണടച്ചാൽ മതി, ഞാൻ രക്ഷപ്പെടും. കുറ്റവാളി രക്ഷപ്പെടാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഞാൻ കുറ്റം ചെയ്തിട്ടില്ല സർ. ഞാനത് വിശ്വസിക്കുന്നില്ല. സാറ് വിശ്വസിക്കണം. കുറ്റം ചെയ്യാത്ത എനിക്ക് ശിക്ഷ വാങ്ങി തരരുത്. ഞാനൊരു പാവപ്പെട്ടവനാണ്. സൈക്കിൾ റിക്ഷ ചവിട്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എങ്കിലും എനിക്ക് എന്റേതായ ഒരു ചുറ്റുപാടില്ലേ? അവിടെ എന്നെ അറിയാവുന്ന കുറെ ആളുകളില്ലേ? ചെയ്യാത്ത കുറ്റവുമേറ്റ് ശിക്ഷ അനുഭവിച്ച് കള്ളൻ എന്ന പേര് സമ്പാദിച്ചിട്ട് ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും സാർ? കഷ്ടപ്പെട്ട് സമ്പാദിച്ചാണെങ്കിലും ആ ഉരുപ്പടി അവരുടെ മുമ്പിൽ ഞാൻ വലിച്ചെറിഞ്ഞു കൊടുത്തേനെ. പക്ഷേ അതിനേക്കാൾ വലുതാണ് എനിക്ക് എന്റെ അഭിമാനമെന്ന് തോന്നുന്നു സാർ. നിനക്ക് കക്കാൻ മാത്രമല്ല, നിൽക്കാനും അറിയാം. എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നോട് അനുകമ്പ തോന്നിയേനെ. ഞാൻ നിയമം പഠിച്ചതും പബ്ലിക് പ്രോസിക്യൂട്ടർ ആയതും നിന്നെ പോലുള്ളവരെ രക്ഷിക്കാനല്ല, ശിക്ഷ വാങ്ങി കൊടുക്കാനാണ്. സാർ, ഞാൻ നിരപരാധിയാണ്. എന്നെ കള്ളനാക്കരുത്. എന്ത് പറഞ്ഞടാ? നീ മോഷ്ടിച്ചും പോരാ, ഞാൻ നിന്നെ കള്ളനാക്കുന്നു. വിധി പറഞ്ഞു കഴിഞ്ഞാൽ നീ നേരെ പോകുന്ന ജയിലിലേക്കായിരിക്കും. ഗെറ്റ് ഔട്ട്. സാർ, മര്യാദയ്ക്ക് ഇറങ്ങി പോടാ. അയാള് പറയുന്നത് ഒരുപക്ഷെ സത്യമാണെങ്കിലും അയാൾ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ തോന്നലനുസരിച്ച് നിയമം മാറ്റാൻ കഴിയില്ലെന്ന് നിനക്കറിയാലോ. നീ ഇതിലൊന്നും ഇടപെടണ്ട. ഊണ് കഴിക്കും ചേട്ടാ. ചേട്ടൻ എന്താ ആലോചിക്കുന്നത്? അടുത്ത ആഴ്ച കേസിന്റെ അവധിയാണ്. നമ്മൾ ജയിക്കുന്ന കാര്യം സംശയമാണെന്നാണ് ഗുമസ്തൻ പറയുന്നത്. എന്നെ ജയിലിൽ അയക്കണമെന്ന് തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാശി. നാട്ടുകാരുടെ മുമ്പിൽ ഞാനിന്ന് കള്ളനാണ്. ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടിയാണ് ഞാനിന്ന് ജയിലിൽ പോകേണ്ടത്. ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ പൊറ്റു പെങ്ങൾക്ക് ആരാണുള്ളത്? അങ്ങനെയൊന്നും പറയാതെ ചേട്ടാ, നമുക്ക് ഈശ്വരനുണ്ട്. ഇവിടെ ആരുമില്ലേ? ആരാത്? കരുണാകരൻ സാറില്ലേ ആന്റി? കുട്ടിക്ക് എന്ത് വേണം? കുട്ടി ഏതാ? ഞാൻ വാസുവേട്ടന്റെ പെങ്ങളാണ്. ഏത് വാസു? ഇവിടെ വന്നിരുന്നില്ലേ? മോളെ, മോൾ എന്തിനാ പരിഭ്രമിക്കുന്നത്? കാര്യം നേരെ ചൊവ്വേ പറയൂ. മോൾ ഏത് വാസുവിന്റെ പെങ്ങളാ? ചെയ്യും കട്ടൂന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചില്ലേ, ആ വാസുവിന്റെ. ഓ, ഇന്നാള് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിരുന്നു. അതെ ആന്റി, അത് തന്നെ. ആ ചേട്ടൻ മോഷ്ടിക്കുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ സാറ് വാദിച്ച് എന്റെ ചേട്ടനെ ജയിലിലാക്കുമെന്നറിഞ്ഞ ആന്റി. സാറിനെ എനിക്കൊന്ന് കാണണം. അദ്ദേഹം ഇവിടെ ഇല്ല, രാത്രിയെ വരൂ. ആന്റി, ഞങ്ങള് പാവങ്ങളാണ്. സൈക്കിൾ റിക്ഷ ചവിട്ടിയാണ് എന്റെ ചേട്ടൻ എന്നെ വളർത്തുന്നത്. ആ ചെയിൻ എന്റെ ചേട്ടൻ കട്ടതല്ല. കട്ടെന്ന് പറഞ്ഞ് പോലീസ് വീട്ടിൽ വന്നെടുത്തത് എനിക്ക് എന്റെ ചേട്ടൻ പണിയിച്ചു തന്ന ചെയിനാണ്. ആന്റി, സത്യമാണ്. സത്യമായിട്ട് ആ ചെയിൻ എന്റേതാണ്. എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. എന്റെ ചേട്ടനെ പിടിച്ച് ജയിലിലിട്ടാൽ പിന്നെ എനിക്ക് ആരുണ്ട്? ഞാൻ എങ്ങനെ ജീവിക്കും? ഞാനൊരു പെണ്ണല്ലേ ആന്റി. കരയാതെ മോളെ. ആന്റി, സാറ് വന്നാൽ ആന്റി പറയണം എന്റെ ചേട്ടനെ ജയിലിലയക്കാൻ
സമ്മതിക്കരുത് ആന്റി, സമ്മതിക്കരുത്. മോള് വിഷമിക്കാതിരിക്കെ, എല്ലാത്തിനും ഈശ്വരനുണ്ട് മോളെ. മോളിരിക്കെ, ഞാൻ കാപ്പി കൊണ്ടുവരാം. വേണ്ട ആന്റി, എന്റെ ചേട്ടന്റെ കാര്യം സാറിനോട് പറയാൻ ആന്റി മറക്കരുത്. ഇല്ല ആന്റി, ഞാൻ പോട്ടെ. ആ പാവം. ഒരു പെൺകുട്ടിയോട് അന്വേഷിച്ചു വന്നിരുന്നു. ഏത് പെൺകുട്ടി? അത് ആ ചെയിൻ മോഷ്ടിച്ച കേസിലെ വാസുവിന്റെ പെങ്ങള്. ആ കുട്ടിയും വാസു അത് എടുത്തിട്ടില്ലെന്നാ പറയുന്നത്. കള്ളനും കള്ളന്റെ വീട്ടുകാരും അങ്ങനെ പറയൂ. ഇല്ല, അവനത് എടുത്തിട്ടില്ല. നല്ലൊരു പെൺകുട്ടി, 10-16 വയസ്സേ കാണൂ. പഠിക്കുകയാണെന്നാ തോന്നുന്നത്. അവൾക്ക് ആ ഒരു ആങ്ങള് മാത്രമേ ഉള്ളൂ. അവനും ജയിലിൽ പോയാൽ അവളുടെ കാര്യം കഷ്ടമായി പോവും. ഭവാനി, നീ കള്ളന്റെ വക്കാലത്ത് പിടിക്കാൻ നോക്കണ്ട. നീ നിന്റെ പാട് നോക്ക്. പ്രതി സൈക്കിൾ റിക്ഷ ചവിട്ടി ജീവിക്കുന്നവനാണെന്നാണ് പ്രതിഭാഗം വക്കീലിന്റെ വാദം. പക്ഷേ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനിടയിൽ അല്പം സ്വർണമോ പണമോ അപഹരിക്കാൻ അവസരം കിട്ടിയാൽ പ്രതി അത് പാഴാക്കാറില്ല. പ്രതി അതിവിദഗ്ധനായ ഒരു മോഷ്ടാവാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ളത്. പ്രതി മോഷണം നടത്തിയതിന്റെ എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പ്രതി തന്നെയാണ് കുട്ടിയെ എടുത്ത് സൈക്കിൾ റിക്ഷയുടെ ബേബി സീറ്റിൽ ഇരുത്തിയെന്നുള്ളതിന് തെളിവ് കുട്ടിയുടെ അമ്മയോട് തന്നിട്ടുണ്ട്. ആ ചെയിൻ വാങ്ങിയ ബില്ലും അവർ ഹാജരാക്കിയിട്ടുണ്ട്. പ്രതി അതുപോലെ ഒരു ചെയിൻ ഉണ്ടാക്കി തന്റെ സഹോദരിക്ക് കൊടുത്തു എന്നാണ് ഇവിടെ വാദിക്കുന്നത്. എന്നാൽ അതിന് ബില്ലില്ല, അത് പണിത തട്ടാനെയും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയാണ് പ്രതി കാണിച്ചിരിക്കുന്നത്. തന്റെ റിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരാൾ സന്ദർഭം കിട്ടിയാൽ തന്റെ റിക്ഷയിൽ സഞ്ചരിക്കുന്ന ആരുടെയും കഴുത്ത് ഞെരിച്ച് അവരുടെ ആഭരണവും ധനവും മോഷ്ടിച്ചു എന്ന് വരും. പ്രതി സൈക്കിൾ റിക്ഷ ചവിട്ടുന്നത് തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നത് തന്നെ അതിൽ യാത്ര ചെയ്യുന്നവരുടെ ആഭരണവും പണവും മോഷ്ടിക്കുവാൻ വേണ്ടിയാണ്. വെറുതെ നടക്കുന്നതിനേക്കാൾ സൈക്കിൾ റിക്ഷയുമായി ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ നടന്നാൽ ഇരയെ പിടിക്കാൻ വളരെ എളുപ്പമാണല്ലോ, അല്ലേ? ഇങ്ങനെ ഒരു മോഷ്ടാവിനെ സൈക്കിൾ റിക്ഷയുമായി സമൂഹത്തിൽ കയറൂരി വിടുന്നത് അപകടമാണ്. അതുകൊണ്ട് പ്രതിക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിച്ചുള്ളൂ. ദാറ്റ്സ് ഓൾ യുവർ ഓർഡർ. ഈ കേസിന്റെ വിധി ഈ മാസം 23-ാം തീയതി പ്രഖ്യാപിക്കുന്നതായിരിക്കും.